നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി മറ്റൊരു ക്രിസ്തുമസ് കൂടി മാനവരാശിക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. കേവലം ഒരുപറ്റം ആളുകളുടെയോ ഒരു രാജ്യത്തിന്റെയോ ഒരു വിഭാഗം മത അനുസാരികളുടെയോ മാത്രം ആഘോഷമല്ലാതെ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഏക ആഘോഷമാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസിലൂടെ മനുഷ്യരെല്ലാം വാഴ്ത്തിപ്പാടുന്നത് ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി ആണ് എന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. സകല ജനതകൾക്കുമുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത എന്നതായിരുന്നുവല്ലോ ആ തിരുപ്പിറവിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാക്യങ്ങൾ. സ്വർഗത്തിൽ വസിച്ച ദൈവപുത്രൻ മനുഷ്യനായി ലോകത്തിൽ വന്ന് പിറന്നു എന്നതും, ആർക്കും നിർവചിക്കാനാവാത്ത വിധത്തിൽ തേജസ്സിന്റെ പൊൻകിരണങ്ങൾ ധരിച്ച് വസിച്ചവൻ പഴന്തുണി ധരിച്ച് പുൽക്കൂട്ടിൽ ശയിച്ചതുമായ വിസ്മയം തന്നെയാണ് ക്രൈസ്തവീകതയുടെയും ക്രിസ്തുവിന്റെയും ക്രിസ്തുമസിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത്. സന്തോഷത്തിന്റെയും സമഭാവനയുടെയും പങ്കുവെക്കലിന്റെയും ആഹ്ലാദത്തിന്റെയും കാലമായി മനുഷ്യരും മണ്ണും ഒരുപോലെ ആഘോഷിക്കുന്ന ഈ ക്രിസ്തുമസ് കാലം എല്ലാവർക്കും ആഹ്ലാദകരവും അനുഗ്രഹപ്രദവുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പോയ വാരത്തിന്റെ വിശദമായ വാർത്താ വിശകലനങ്ങളിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ്. ക്രിസ്തുമസ് എന്ന ഉത്സവം യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ആഘോഷമാണ് എങ്കിലും ക്രൈസ്തവർ മാത്രമല്ല, ലോകമെങ്ങുമുള്ള സമാധാനകാംക്ഷികളായ മനുഷ്യർ അത്യാദരവോടെയും ആഹ്ലാദത്തോടെയുമാണ് അത് ആഘോഷിക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിൽ ക്രിസ്തുമസിന്റെ ആഘോഷങ്ങൾ നടക്കാറുണ്ട് എങ്കിലും ആർട്ടിഫിഷ്യലായി മനുഷ്യർ ക്രിയേറ്റ് ചെയ്യുന്ന ക്രിസ്മസ് അലങ്കാരങ്ങൾക്കപ്പുറത്ത്, കാലാവസ്ഥയിൽ ഉളവാകുന്ന കുളിർമ നിറഞ്ഞ അനുഭവങ്ങൾക്കപ്പുറത്ത് പ്രകൃതി പോലും ചാമരങ്ങൾ വീശിക്കൊണ്ട് ക്രിസ്തുമസിന്റെ അലങ്കാരങ്ങൾ ചാർത്തി ലോകരക്ഷകന്റെ തിരുപ്പിറവിയെ ആഘോഷിക്കുന്ന കാഴ്ചകൾ ദൃശ്യമാകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉടനീളമുള്ള ക്രിസ്തുമസ് പാരമ്പര്യങ്ങളെല്ലാം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതും ഇതേ പ്രകൃതി ദൃശ്യങ്ങൾ പോലെ തന്നെ വൈവിധ്യപൂർണമായിട്ടുമാണ്. ക്രൈസ്തവ പാരമ്പര്യങ്ങളുടെ സംഗമ ഭൂമിയും ആഗോള കത്തോലിക്ക സഭയുടെ ഈറ്റിലവുമായ റോമിൽ ക്രിസ്തുമസിന്റെ ആഘോഷങ്ങൾ പ്രൗഢഗംഭീരമായി പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ക്രിസ്തുമസിന് മുന്നോടിയായി ക്രൈസ്തവ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രംഗത്തെത്തിയ ലയോ 14 പാപ്പ പ്രസ്താവിച്ചിരിക്കുന്നത് ക്രൈസ്തവ പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടി ക്രിസ്തുമസിനായി ഒരുങ്ങാമെന്നും, ക്രൈസ്തവ വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും കലയുടെയും ഭാഗമായ പുൽക്കൂട് പോലെയുള്ള ക്രിസ്തുമസ് അലങ്കാരങ്ങൾ അതീവ ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കുവാനുമാണ്. തിരക്കേറിയ ജീവിതത്തിനിടയിൽ ക്രിസ്തുമസ് ആഘോഷിക്കാൻ ഒത്തുകൂടുമ്പോൾ ആഘോഷങ്ങൾക്കൊത്ത് ഉപരിപ്ലവമായി പങ്കെടുത്തിട്ട് വീണ്ടും നിരാശാജനകമായ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ നമ്മെ ഒരിക്കലും അനുവദിക്കരുത് എന്നും, ക്രിസ്തുവിന്റെ വരവിനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കിക്കൊണ്ട് ശ്രദ്ധയോടെ കാത്തിരിക്കണമെന്നും, അത്തരം കാത്തിരിപ്പ് ക്രിസ്തുവിന്റെ സ്നേഹ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ ഒരു നിധിയായി മാറുമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു പാപ്പ വിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്തത്. യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങളെല്ലാം പ്രൗഢഗംഭീരമായി തന്നെയാണ് ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ ഭാഗവാക്കുകൾ ആകുന്നത്. എന്നാൽ അത്തരം ആഘോഷങ്ങളുടെ എല്ലാം നിറം കെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ അങ്ങേയറ്റം ഗൗരവമുള്ളതും ഭീതി ജനിപ്പിക്കുന്നതുമായ വാർത്തകൾ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ദിവസേന പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ റദ്ദു ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ ശക്തമായി തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ലോക ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ ക്രിസ്തുമസും പുതുവത്സരങ്ങളും അടങ്ങുന്ന ആഘോഷങ്ങൾ ക്യാൻസൽ ചെയ്യുന്ന ഒരു പ്രവണത നടമാടുന്നത് ആദ്യമായിട്ടായിരിക്കാം. യേശു എന്ന ദൈവപുത്രൻ ജനിച്ചത് തന്നിൽ വിശ്വസിക്കുന്നവരെ എല്ലാം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാനാണ്. യേശു മനുഷ്യനായി ജനിക്കാതിരുന്നെങ്കിലും ക്രൂശിൽ മരിക്കാതിരുന്നെങ്കിലും നരകുലത്തിന്റെ വീണ്ടെടുപ്പും മോചനവും ഒന്നും സാധ്യമാകാതെ സദാ തന്റെ അടിമകളായി മനുഷ്യരെല്ലാം ജീവിക്കുമായിരുന്നു എന്ന് അറിയാവുന്ന സാത്താന് എക്കാലത്തും യേശുക്രിസ്തുവും അവന്റെ ക്രൂശും ഒരു വലിയ പേടിയും ആഘാതവുമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനും ക്രിസ്തുമസിനും ക്രൈസ്തവീകതയ്ക്കും എതിരായി അത്രമാത്രം അസഹിഷ്ണുതയോടെ വ്യാപരിക്കുന്നത് പിശാചിന്റെ സന്തതികളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കത്തിനും ഇടമില്ല എന്നുള്ളതാണ് വാസ്തവം. തീവ്രവാദ മാനസന്മാരുടെ വർദ്ധിച്ചു വരുന്ന ഇത്തരം ആക്രമണങ്ങളുടെ ഉദ്ദേശം യൂറോപ്യന്മാരെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കുകയും തലസ്ഥാനത്ത് അവരുടെ അജണ്ടകൾ സ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലെയും പോലെ ഫ്രാൻസിൽ കുടുംബങ്ങളെല്ലാം ഒത്തുചേർന്ന് പ്രൗഢ ഗംഭീരമായി ആഘോഷിക്കുന്നതാണ് ഫ്രാൻസിലെ ക്രിസ്തുമസ് പുതുവത്സര ദിവസങ്ങൾ.
ക്രിസ്തുമസ് വിഭവങ്ങൾക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഫ്രാൻസിൽ ക്രിസ്തുമസിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അവിടുത്തെ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഉത്സവ അന്തരീക്ഷത്തിൽ നീങ്ങുകയാണ് പതിവ്. ടൗൺ ഹാൾ മുൻഭാഗങ്ങൾ അലങ്കരിക്കുകയും പ്രധാന സ്ക്വയറുകൾ വലിയ മരങ്ങൾ സ്ഥാപിക്കുകയും പ്രധാന തെരുവുകൾ അത്ഭുതകരമായ ക്രിസ്തുമസ് ലൈറ്റുകളിൽ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന പതിവാണുള്ളത്. എന്നാൽ ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ ഇക്കുറി ഭാഗികമായി പുതുവത്സര ആഘോഷങ്ങൾ റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ യൂറോപ്പിലെ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ പ്രൗഢി പൂർണ്ണമായും കുറച്ചിരിക്കുകയാണ്. വലിയ ജനക്കൂട്ടത്തിന്റെ അകമ്പടിയോടെ അല്ലാതെ സാധാരണയായി ക്രിസ്തുമസും പുതുവത്സരം ഒന്നും പാരീസ് ആഘോഷിക്കാറില്ല. ആഘോഷങ്ങളുടെ സംഗമഭൂമിയായ ചാംസ് എലീസീസിൽ ഇക്കുറി ആരവമുയർത്തുന്ന ജനക്കൂട്ടം ഉണ്ടാകില്ല എന്നതും അതിനു പകരമായി വീട്ടിലെ TV സ്ക്രീനുകളിലേക്ക് മുൻകൂട്ടി ക്രമീകരിച്ചതനുസരിച്ച് റെക്കോർഡ് ചെയ്ത ആഘോഷം മാത്രം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതും പാരീസിലെ പാരമ്പര്യങ്ങളെ പോലും ശിഥിലമാക്കുന്ന തരത്തിൽ ഇസ്ലാമിക തീവ്രവാദികൾ ഉളവാക്കിയിരിക്കുന്ന ഭയപ്പെടുത്തലിന്റെ ഒരു വല്ലാത്ത അവസ്ഥ വ്യക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 10 ലക്ഷം ആളുകളുടെ ആഹ്ലാദ പ്രകടനത്തിന് വേദിയായ വമ്പിച്ച അർദ്ധരാത്രി സംഗീത പരിപാടി ഈ വർഷവും ആസൂത്രണം ചെയ്തിരുന്നു. എന്നാൽ അത് നടക്കില്ലെന്ന് അധികൃതർ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചാംസ് എലീസ സ്ക്വയറിലെ ക്ലോക്കിൽ മണി 12 അടിക്കുമ്പോൾ ആർക്ക് ഡി ട്രയംഫിൽ വെടിക്കെട്ട് പ്രകാശം പരത്തുമായിരുന്നു. അതെല്ലാം ഫ്രാൻസിലെ പരമ്പരാഗതമായ ആഘോഷങ്ങളായിരുന്നു. എന്നാൽ അതെല്ലാം ഈ വർഷം വീട്ടിലിരുന്ന് ടെലിവിഷൻ സ്ക്രീനിൽ ആസ്വദിക്കാനാണ് അവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഫ്രഞ്ചുകാരെ വല്ലാതെ നിരാശപ്പെടുത്തുന്ന ഈ തീരുമാനങ്ങൾക്ക് പ്രധാന കാരണം പാരീസിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് രാത്രിയിൽ ഒഴുകിയെത്തിയ മുസ്ലിം കുടിയേറ്റക്കാരായ യുവാക്കൾ ആഡംബര കടകൾ കൊള്ളയടിക്കുകയും പാരീസുകാരുമായും പോലീസുമായും ഏറ്റുമുട്ടുകയും ചെയ്തതായി ആരോപിക്കപ്പെട്ട അവന്യൂവിൽ അടുത്തിടെയുണ്ടായ അക്രമങ്ങൾ നടമാടിയതിനാൽ തന്നെയാണ്. ഫ്രാൻസിന്റെ ആഭ്യന്തരമന്ത്രിയായ ലോറന്റ് ന്യൂനസ് പറഞ്ഞത് തുറസായ ക്രിസ്തുമസ് മാർക്കറ്റുകളെ പോലും ഉയർന്ന അപകട സാധ്യതയുള്ള ലക്ഷ്യങ്ങളാണ് എന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് അയച്ച അടിയന്തര കത്തിൽ അൽ ഖ്വയ്ദ, ഐസിസ് പോലെയുള്ള ഗ്രൂപ്പുകളെ ഉദ്ധരിച്ച് വളരെ ഉയർന്ന അപകട ഭീഷണിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ക്രിസ്തുമസ് മാർക്കറ്റുകളിൽ പോലീസ് സാന്നിധ്യം വർദ്ധിപ്പിക്കാനും വാഹന പ്രവേശനം നിയന്ത്രിക്കാനും രഹസ്യാന്വേഷണ ഏജൻസികളെ സജ്ജമാക്കാനും ഉത്തരവിട്ട ലോറൻ ന്യൂനസ ക്രിസ്തുമസ് മാർക്കറ്റുകൾ ജനപ്രിയവും പ്രതീകാത്മകവുമായ ഒത്തുചേരൽ സ്ഥലങ്ങളാണ്. അവ അക്രമാസക്തമോ രാഷ്ട്രീയ പ്രേരിതമോ ആയ ആക്രമണങ്ങൾക്ക് ഇരയാകാൻ സാധ്യതയുണ്ട് എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. 2018 നടന്ന സ്ട്രാൻബർഗ് ക്രിസ്മസ് മാർക്കറ്റ് ആക്രമണത്തെ ഉദ്ധരിച്ച ലോറൻ ന്യൂനസ ഫ്രഞ്ച് മൊറോക്കൻ ഗുണ്ടാ സംഘം ജിഹാദിയായ 29-കാരൻ ഷെരീഫ് ചക്കാട് അല്ലാഹു അക്ബർ എന്ന് ആക്രോശിച്ചുകൊണ്ട് വെടിയുതിർത്തതും 5 പേർ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതും 2 ദിവസത്തെ വേട്ടയാടലിന് ശേഷം പോലീസ് അയാളെ വെടിവെച്ചു എന്ന കാര്യവും തുറന്നു പറഞ്ഞാണ് രംഗത്ത് വന്നത്. 2025 ഇതുവരെ ഫ്രാൻസിൽ 6 ഭീകരാക്രമണ പദ്ധതികൾ പരാജയപ്പെടുത്തിയെന്നും ഭീകര ഗ്രൂപ്പുകളുടെ പ്രചാരണം വായിക്കുമ്പോൾ ക്രിസ്തുമസ് മാർക്കറ്റുകളും നിയമപാലകരും ജൂത സമൂഹത്തിന്റെ ആരാധനാലയങ്ങളും അങ്ങനെ നിരവധി പൊതുസ്ഥാപനങ്ങളും ഇത്തരം തീവ്രവാദികൾ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ലയോ 14 പാപ്പയുടെ ആഹ്വാനങ്ങൾക്ക് മുൻപ് തന്നെ പരമ്പരാഗതമായ രീതിയിൽ ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ ഇറ്റലി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. ക്രിസ്തുമസ് രാവിൽ രാജ്യമെമ്പാടുമുള്ള കുട്ടികൾ ബാബോ നഥാലെ എന്ന ക്രിസ്തുമസ് പാപ്പയ്ക്ക് ഒരു ഗ്ലാസ് വീഞ്ഞും കേക്കും മാറ്റിവെക്കുകയും ട്രൈസ്റ്റേ പോലുള്ള ചില നഗരങ്ങളിൽ ഡിസംബർ 6-നും വെറോണയിൽ ഡിസംബർ 13-നും സാൻ നിക്കോളാസ് എന്ന സാന്താക്ലോസ് ക്രിസ്മസ് മാർക്കറ്റുകളും കുട്ടികൾക്ക് സമ്മാനങ്ങളും കൊണ്ടുവന്ന് ആഘോഷങ്ങൾ ശക്തമാക്കിയിരുന്നു. വലിയ ആഘോഷങ്ങളിലേക്കായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഇറ്റലി സാക്ഷ്യം വഹിക്കുക. എന്നാൽ ക്രിസ്തുമസ് ആഘോഷങ്ങളോട് കടുത്ത അസഹിഷ്ണുത വെച്ച് പുലർത്തുന്ന കുറച്ച് ആളുകൾ ഏതൊരു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും നുഴഞ്ഞ് കയറിയിട്ടുള്ളതുപോലെ ഇറ്റലിയിലും വലിഞ്ഞു കയറി വന്നിട്ടുണ്ട്. അത്തരക്കാരിൽ ചിലർ നോർത്തേൺ ഇറ്റലിയിലെ എമീലിയ റൊമാൻക പ്രദേശമായ സ്കാൻഡിയാനോയിലായിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കുട്ടികളും കുടുംബാംഗങ്ങളും ഒക്കെയായി പതിവായി ഒത്തുകൂടിയിരുന്ന സാന്താക്ലോസ് ഹൗസിന് കൊള്ളി വെച്ചുകൊണ്ടായിരുന്നു ഇറ്റലിയിൽ താമസിച്ചു വരുന്ന ഒരു കുറ്റവാളി തന്റെ ക്രൈസ്തവ വിരുദ്ധ അസ്കിതകളെ ഇറക്കി വെച്ചത്. ഈ മാസം 10-ന് രാത്രിയിലായിരുന്നു അക്രമി സാന്താക്ലോസ് ഹൗസിന് തീയിട്ട് ഓടിമറഞ്ഞത്. ജർമ്മനിയിലെ ക്രിസ്തുമസ് മാർക്കറ്റുകളിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളുടെ കത്തിയാക്രമണങ്ങളും ഇടിവണ്ടി ആക്രമണങ്ങളും ക്രിസ്തുമസ് ദിനങ്ങളെ ആധാരമാക്കി കൃത്യമായി ഈ വർഷവും സംഭവിക്കുമോ എന്ന ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത്തരം ആശങ്കകളുടെ പശ്ചാത്തലത്തിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്തുമസ് മാർക്കറ്റുകളിൽ ഒന്നായ ജർമ്മനിയിലെ ക്രിസ്തുമസ് മാർക്കറ്റുകൾ തുറക്കാൻ തന്നെ വൈകിയിരുന്നു. എന്നാൽ അത്തരം ആശങ്കകളെയെല്ലാം അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ടായിരുന്നു ജർമ്മനിയിലെ ക്രിസ്തുമസ് മാർക്കറ്റിൽ സിറിയക്കാരനായ ഇസ്ലാമിക തീവ്രവാദികൾ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചത്. സിറിയയിൽ നിന്ന് അയ്യോപാപം കാട്ടി ജർമ്മനിയിലെത്തി തമ്പടിച്ചിരിക്കുന്നത് 1.22 മില്യണോളം അഭയാർത്ഥികളാണ്.
എന്നാൽ ജർമ്മൻ പൗരത്വം ഔദ്യോഗികമായി ലഭിച്ചിട്ടുള്ളത് 50,000 പേർക്ക് മാത്രമാണ്. ഇവരുടെയെല്ലാം ഉള്ളിൽ തിളച്ചു മറിയുന്ന ഒരു ആഗ്രഹം ശരീഅത്ത് ഭരണത്തിലേക്ക് ജർമ്മനി എത്തിച്ചേരണമെന്നുള്ളത് മാത്രമാണ്. പുതിയതായി വന്ന ജർമ്മൻ ഭരണകൂടം സിറിയക്കാരെ തിരികെ അയക്കാനുള്ള നീക്കങ്ങൾ നടത്തിയെങ്കിലും ജർമ്മനിയുടെ നാശത്തിനായി നിലകൊള്ളുന്ന ലിബറൽ പാർട്ടികൾ അവർക്കായി വാദിച്ചുകൊണ്ട് അവരെ മടക്കി അയക്കാതെ പിടിച്ചു നിർത്തിക്കൊണ്ട് ജർമ്മനിയിലെ ഭീകര പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ്. മാന്യമായി ജോലി ചെയ്ത് ജർമ്മൻ സർക്കാരിന് കൃത്യമായി ടാക്സ് കൊടുത്ത് ജീവിക്കുന്നവരുടെ പണം ഊറ്റിയെടുത്ത് ഇത്തിൽ കണ്ണികളെ പോലെ പടർന്നു പന്തലിക്കുന്ന ജിഹാദികൾ ജർമ്മനിയുടെ ഉറക്കം കെടുത്തുന്ന തരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. സിറിയയിലെ ഇസ്ലാമിക തീവ്രവാദികൾക്ക് ക്രിസ്തുമസ് ആഘോഷങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ വല്ലാത്ത ചൊരുക്കം ഉണ്ടാക്കുന്നത് മുൻപ് തന്നെ അവർ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. പണ്ട് സിറിയൻ നഗരമായ ഹമായിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശത്ത് ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ക്രിസ്തുമസ് ട്രീ അജ്ഞാതർ അഗ്നിക്കിരയാക്കിയിരുന്നു. നഗരത്തിലെ ഒരു പ്രധാന സ്ക്വയറിൽ സ്ഥാപിച്ചിരുന്ന ക്രിസ്തുമസ് ട്രീക്ക് തോക്കുധാരികളായ 2 ആളുകൾ തീ വയ്ക്കുന്ന വീഡിയോ അതിന് പിന്നാലെ പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ രാഷ്ട്രമായ ജർമ്മനിയിലെ ക്രിസ്തുമസ് ആഘോഷങ്ങളാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ ആയിരിക്കുന്നത്. ക്രൈസ്തവ ആദർശങ്ങളിൽ അടിയുറച്ചു നീങ്ങിയ യൂറോപ്യൻ ഭരണകൂടങ്ങളുടെ അനുഭാവപൂർണമായ നയങ്ങളും യൂറോപ്പിലെ ഭരണതലങ്ങളെ അട്ടിമറിച്ച ഇടത് ലിബറൽ നയങ്ങളും ദീർഘവീക്ഷണമില്ലാത്ത തരത്തിൽ കുടിയേറ്റക്കാരായ ഭീകരന്മാരോട് കാണിച്ച നയങ്ങളാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിക്ക് കാരണമായി മാറിയിരിക്കുന്നത്. ഇത്തിൽ കണ്ണി പോലെ യൂറോപ്പിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികൾ യൂറോപ്പിന്റെ യാഥാസ്ഥിതിക അനുഷ്ഠാനങ്ങളെ അലങ്കോലമാക്കിയും ക്രിസ്തുമസും അനുബന്ധമായ അനുഷ്ഠാനങ്ങളും ഒന്നും വേണ്ടെന്നും കയറിക്കൂടിയവന്മാരുടെ ദൈവത്തിന്റെ ആചാരങ്ങൾ മാത്രം മതിയെന്നും ശടിച്ചുകൊണ്ടുമാണ് ഇപ്പോൾ പ്രതിസന്ധികൾ തീർത്തിരിക്കുന്നത്. മറ്റൊരു രാജ്യത്ത് കുടിയേറ്റക്കാരായി ചെന്നെത്തിയവർ ആ രാജ്യത്തിന്റെ അനുഷ്ഠാനങ്ങൾക്കെതിരെ നീങ്ങിയിട്ടും അവർ ജയിലിലാകാതെ വീണ്ടും അത് തുടരുന്നത് യൂറോപ്പിന്റെ യാഥാസ്ഥിതിക അടിത്തറയായ ക്രൈസ്തവീകതയിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് സ്വയം പ്രഖ്യാപിത സെക്കുലർ രാഷ്ട്രമെന്ന തലത്തിലേക്ക് യൂറോപ്പ് എത്തപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. അതിന് മാറ്റം വരികയും ക്രിസ്തുവിലേക്കും ബൈബിളിലേക്കും യാഥാസ്ഥിതിക ദേശീയ മൂല്യങ്ങളിലേക്കും യൂറോപ്പ് കടന്നു വരണമെങ്കിൽ കഠിനമായ അനുഭവങ്ങളിലൂടെ അവർ പഠിക്കുക തന്നെ വേണം എന്നുള്ളതാണ് വാസ്തവം. ക്രൈസ്തവ മൂല്യങ്ങളിൽ നിന്ന് അചിരേണ അകന്നുപോയത് തന്നെയാണ് യൂറോപ്പ് ഇപ്പോൾ നേരിടുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഇസ്ലാമിക കുടിയേറ്റക്കാർക്ക് വേണ്ടി രാജ്യത്തിന്റെ വാതിലുകളെല്ലാം മലർക്കെ തുറന്നിട്ട് ആ വഴിക്ക് കയറി വന്നവർക്കെല്ലാം തീറ്റിയും കുടിയും കിടക്കപ്പാടവും കൊടുത്ത് പരിപോഷിപ്പിച്ചിട്ട് അവരിൽ ആർത്തി മൂത്തവന്മാർ തങ്ങളുടെ കൊച്ചുകുഞ്ഞുങ്ങളെ കാമാസക്തിയോടെ പിച്ചു ചീന്തിയപ്പോൾ അസ്തിത്വബോധം കഠിനമായി നൊന്ത ബ്രിട്ടീഷുകാർ കഴിഞ്ഞയിടെ ഇസ്ലാമിസ്റ്റുകളെ തിരഞ്ഞിട്ട് തല്ലിച്ചതയ്ക്കുകയും സെന്റ് ജോർജിന്റെ കുരിശുമേന്തി തങ്ങൾ ക്രൈസ്തവരാണെന്നും ബ്രിട്ടൻ ക്രൈസ്തവ രാഷ്ട്രമാണ് എന്നും ഉറക്കെ പറഞ്ഞുകൊണ്ട് നിരത്തിൽ ഇറങ്ങിയതുപോലെ ശക്തമായ ഒരു തിരിച്ചറിവിന് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ തയ്യാറാകുക തന്നെ വേണം. സത്യദൈവത്തെയും തങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ക്രൈസ്തവീകമായ ഉത്തരവാദിത്തങ്ങളെയും തിരികെ പിടിക്കുക എന്നതാണ് യൂറോപ്പിന്റെ പ്രതിസന്ധികൾക്ക് ഏക പരിഹാരം. കുടിയേറ്റക്കാർക്കെതിരെ ട്രംപ് അമേരിക്കയിൽ കൈക്കൊണ്ട നടപടികൾ പോലെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുവാൻ യൂറോപ്പിലെയും അമേരിക്കൻ ഭൂഖണ്ഡത്തിലെയും രാജ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അവരെ അതിന് പ്രേരിപ്പിച്ചത് ക്രൈസ്തവീകതയും തീവ്ര വലതുപക്ഷ ചിന്താധാരകളുമാണ്. അഭയാർത്ഥികളെ വിലക്കുന്ന നിയമം അവതരിപ്പിക്കാൻ അയർലൻഡ് രംഗത്ത് വന്നപ്പോൾ അമേരിക്കൻ രാജ്യമായ ചിലിയിൽ അധികാരമേറ്റ ജോസ് കാസ്റ്റോ കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ യൂറോപ്പിലാകമാനം നിറം മങ്ങുന്ന അവസ്ഥയിൽ എത്തിയെങ്കിലും യൂറോപ്പ് യാഥാസ്ഥിതിക ബോധത്തോടെ സ്വയം അസ്തിത്വം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ ഈ പ്രതിസന്ധികൾ കാരണമാകുന്നുവെന്ന പ്രതീക്ഷയിലാണ് യൂറോപ്പിനെ സ്നേഹിക്കുന്നവരെല്ലാം. ഏവർക്കും തൊട്ടടുത്ത് എത്തിയിരിക്കുന്ന ക്രിസ്തുമസിന്റെ ആശംസകൾ നേരുന്നു. മെറി ക്രിസ്മസ്. ന്യൂസ് ക്യാൻ ഇനി അടുത്തയാഴ്ച.